മതജാതി ചിന്തകൾക്കതീതമായി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം കാലങ്ങളായി ഉയർന്നു വരികയും വിവിധ ജാതി മത സംഘടനകൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നിലവിൽ വരുന്നു എന്ന വാർത്തയാണ് പുതുതായി നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. KM മാണിയുടെ മരണത്തെ തുടർന്ന് കേരള കോൺഗ്രസ് അപ്രസക്തമായ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് പുതിയ പാർട്ടിയുടെ വരവ്. പക്ഷേ അപകടം മണക്കുന്നത് പാർട്ടിയുടെ ഉദ്ദേശശുദ്ധിയിലാണ്. ഇന്ത്യൻ ദേശീയതയിൽ അധിഷ്ഠിതമായ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് രൂപം നൽകാനാണ് ഒരു വിഭാഗം ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. 22,000 യൂണിറ്റ് കമ്മിറ്റികളുള്ള ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയായി രംഗപ്രവേശം ചെയ്യാൻ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെവിൻ പീറ്ററാണ് ഇപ്പോഴത്തെ ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്. കേരളത്തിലെ 17 ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ കാസ അവകാശപ്പെടുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസ നടത്തിയ ഇടപെടലുകൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ചതായി ഇവർ അവകാശപ്പെടുകയാണ്. വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് തങ്ങളുടെ ശ്രമമെന്ന് നേതാക്കൾ പറയുക വഴി ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ച തന്നെയാണ്. കെവിൻ അടക്കം 6 പേർ ചേർന്ന് 2018 കാസയ്ക്ക് രൂപം നൽകിയത്. ഇസ്ലാമോഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൗരത്വ ഭേദഗതി നിയമം, ലവ് ജിഹാദ്, മുത്തലാഖ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്. കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരുദ്ധ വർഗീയ ധ്രുവീകരണം നടത്തി BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ വളർത്തിയെടുക്കുക എന്നതാണ് കാസയുടെ ലക്ഷ്യം. ക്രിസംഖികൾ എന്ന പേരിൽ കാലങ്ങളായി കുറെ ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അത് അത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ ക്ലച്ചു പിടിച്ചില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. പക്ഷേ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതിന് ശേഷം സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ഈ സംഘടനയുടെ കാര്യത്തിലും ഉണ്ടായി. ദേശീയ തലത്തിൽ BJPയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയ്ക്ക് കേരളത്തിൽ രൂപം നൽകാൻ സാധിച്ചാൽ അത് ക്രൈസ്തവ വിഭാഗത്തിന്റെ മുന്നേറ്റത്തിന് അനുഗുണമായി മാറും എന്ന ചിന്ത ഈ കൂട്ടർ വ്യാപിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ പാരമ്പര്യം അത് വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ചാൽ അവർക്ക് ഏതെങ്കിലും ഒരു ജാതി മത നിബിഡമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ പരിവർത്തനത്തിന് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ ക്രൈസ്തവ സഭ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുമായും മുസ്ലിം വിശ്വാസികളുമായും അടുത്ത ബന്ധമാണ് വെച്ചു പുലർത്തുന്നത്. പക്ഷെ അടുത്ത കാലത്തായി ആ ബന്ധത്തിന് ഉടച്ചൽ ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചില ആളുകൾ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തെ മുളയിലെ നുള്ളിക്കളയാനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടണം. അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തന്നെയാണ്. അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിയെ UDFന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ജോസ് കെ മാണി ഏതൊക്കെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു, വിജയിച്ചു എന്നതിനപ്പുറം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ ജോസ് കെ മാണി വിഭാഗവും ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ തന്നെ ഭാഗമായി നിൽക്കേണ്ടുന്ന 2 രാഷ്ട്രീയ പാർട്ടികളാണ്. കേരളത്തിലെ ക്രൈസ്തവർ അങ്ങനെ തന്നെയാണ് കാലങ്ങളായി അവരുടെ രാഷ്ട്രീയ മേഖല വിന്യസിച്ചിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ജോസ് കെ മാണി പോയതിന് ശേഷമാണ് സമൂലമായിട്ടുള്ള ചില പരിവർത്തന ചിന്തകൾ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിലാണ് BJPയുടെ കടന്നുകയറ്റവും BJPക്ക് അനുഗുണമായി മാറാൻ സാധ്യതയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ തുന്നിയെടുക്കാനുള്ള വെപ്രാളവും ഒക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനെ തടയിടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് തന്നെയാണ് ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ തള്ളിപ്പറയുകയും അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറുകയും ചെയ്തത്. പക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക കേരള കോൺഗ്രസ് പ്രവർത്തകന്മാരും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന കാര്യത്തിൽ ഒട്ടും സംതൃപ്തരല്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം കാലങ്ങളായി വെച്ചു പുലർത്തിയിട്ടുള്ള
ഒരു രാഷ്ട്രീയ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചുവപ്പിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിര് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരു പാർട്ടി, അത് കാസയുടെ പേരിലായാലും BJPയുടെ പേരിലായാലും, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ ബോധപൂർവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് വളർത്തിയെടുത്ത് അതിവേഗം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ UDFനാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്.